മുന്നം മുളച്ച മുളഭക്തിക്കു വാഴ്ത്തുവതു നിന്നെ കൃപാനിലയ നാരായണായ നമഃ. ഹരിനാമ കീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് തുടരുന്നു. 49-ാം പദ്യം. ദമ്പമയമായ ഈ കൊടുങ്കാട് ജ്ഞാനാഗ്നിയിൽ ദഹിച്ച് ചാമ്പലാകുന്നു. തുടർന്ന് ചിത്തം ഏകാഗ്രപ്പെടുന്നതോടെ സഹസ്രാര പദ്മത്തിൽ നിന്നും അമൃതധാര വർഷിച്ച് ചിത്തത്തെ പരാഭക്തിയിൽ കൊണ്ടെത്തിക്കുന്നു. ഈ അനുഭവ സ്വരൂപമാണ് 49-ാം പദ്യത്തിൽ വിവരിച്ചിരിക്കുന്നത്. നന്നായി ദഹിച്ചൊരു സഹസ്രാരധാരയിലി തന്നീറ്റിൽ നിൻ കരുണ വന്മാരി പെയ്തു പുനഃ മുന്നം മുളച്ച തവ ഭക്തിക്കു ചേർക്കവളമിന്നേ കൃപാനിലയ നാരായണായ നമഃ. നന്നായി ദഹിച്ച് യോഗസാധനയുടെ ഫലമായുണ്ടാകുന്ന ജ്ഞാനാഗ്നിയിൽ ദമ്പമയമായ കൊടുങ്കാറ്റ് നല്ലപോലെ ദഹിച്ച് ഇതന്നീറ്റിൽ ഉണ്ടാകുന്ന ആ ചാമ്പലിൽ നിൻ കരുണ ഭഗവത് കാരുണ്യഫലമായുണ്ടാകുന്ന ഒരു സഹസ്രാരധാരയിൽ സഹസ്രാര പദ്മത്തിൽ നിന്നുള്ള അമൃതധാരയാകുന്ന വന്മാരി പെയ്ത് വലിയ മഴ പെയ്ത് മുന്നം മുളച്ച തവ ഭക്തിക്ക് പണ്ടേക്കു തന്നെ മുളച്ചു വന്നിട്ടുള്ള ഭഗവത് ഭക്തിക്ക് പുനഃ വളം ചേർക്ക വീണ്ടും വളം ചേർത്തരുളണേ കൃപാനിലയ. ഹേ കരുണാനിധി നാരായണായ നമഃ. നാരായണനായ അങ്ങേക്ക് നമസ്കാരം. യോഗസാധനയുടെ ഫലമായുണ്ടാകുന്ന ജ്ഞാനാഗ്നിയിൽ ദമ്പമയമായ കൊടുങ്കാട് നല്ലപോലെ ദഹിച്ചുണ്ടാകുന്ന ആ ചാമ്പലിൽ ഭഗവത് കാരുണ്യഫലമായി സഹസ്രാര പദ്മത്തിൽ നിന്നും പ്രവഹിക്കുന്ന അമൃതധാരയാകുന്ന വലിയ മഴ പെയ്ത് പണ്ടേ തന്നെ മുളച്ചു വന്നിട്ടുള്ള ഭഗവത് ഭക്തിക്ക് വീണ്ടും വളം ചേർത്ത് തരണേ, വീണ്ടും വളം ചേർത്തരുളണേ കാരുണ്യനിധിയായ നാരായണനായിക്കൊണ്ട് നമസ്കാരം. മദവനദഹനം. ചിത്തം ശുദ്ധീകരിച്ച് ധ്യാന മനനാദി യോഗ സാധനകൾ തുടരുന്നതോടെ ശാന്തശീതളമായ പ്രാണപ്രസരമുണ്ടാകുമെന്ന് നാം കണ്ടുവല്ലോ. അതിരറ്റ വസ്തുബോധം അഥവാ ആത്മജ്ഞാനം ഉളവാക്കിക്കൊണ്ടാണ് കുണ്ടലിനി പ്രാണൻ പ്രസരം ആരംഭിക്കുന്നത്. ഈ വസ്തുജ്ഞാനമാകുന്ന വന്നിയിൽ ദമ്പമയമായ അന്തഃക്കരണം ദഹിച്ച് ചാമ്പലാകുന്നു. ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും എരിച്ച് ഭസ്മമാക്കുന്നുവെന്ന് ഭഗവാൻ ഗീത 4-ാം അധ്യായത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർന്ന് ഹൃദയാന്തർഭാഗം പ്രകാശമയമായ സത്വഗുണം കൊണ്ട് നിറയും. അപ്പോൾ ശരീരാന്തർഭാഗം ദമ്പമയമായ കൊടുങ്കാട് ദഹിച്ചുണ്ടായ വെളുത്ത ഭസ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നും. ഉദ്ദാലക മുനിയുടെ യോഗസാധനകൾ വർണ്ണിക്കുന്നിടത്ത് പ്രാണാഗ്നി ഹൃദയമലങ്ങളെ ദഹിപ്പിച്ചുണ്ടായ ദൃശ്യം വാസിഷ്ഠം ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കുക. ദഗ്ധദേഹ പുരോവന്നി ശശാമാശ നിവക്ഷണാത് അദൃശ്യത സിതം ഭസ്മ ശാരീരം ഹിമപാണ്ഡുരം. ദേഹപുരത്തെ പ്രാണാഗ്നി ദഹിപ്പിച്ചു. പ്രാണപ്രസരത്തിൽ തെളിയുന്ന ജ്ഞാനാഗ്നി തന്നെയാണ് പ്രാണാഗ്നി. തുടർന്ന് കൊള്ളിമീൻ പോലെ പ്രാണപ്രസരം ശമിച്ചു. അപ്പോഴേക്കും ശരീരാന്തർഭാഗം വെളുത്ത ഭസ്മം കൊണ്ട് നിറഞ്ഞതുപോലെ കാണപ്പെട്ടു. ദേഹമാകെ സത്വഗുണപ്രകാശം കൊണ്ടു നിറഞ്ഞ് ഹിമപാണ്ഡൂരമായി ഭവിച്ചു. പ്രാണപ്രസര ഫലമായി ഉണ്ടാകുന്ന വസ്തുബോധത്തിൽ ദമ്പമയമായ കൊടുങ്കാട് ദഹിപ്പിച്ചുണ്ടാകുന്ന ഈ അനുഭവ രഹസ്യമാണ് ആചാര്യൻ നന്നായി ദഹിച്ച് ഇതന്നീറ്റിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. സഹസ്രാര ധാര. പ്രാണപ്രസരത്തോടെ ദമ്പമയമായ കൊടുങ്കാട് ദഹിച്ച് ശരീരം സത്വഗുണപ്രകാശം കൊണ്ട് നിറഞ്ഞ് ഭസ്മപൂരിതമായ പോലെ കാണപ്പെടും. അപ്പോഴേക്കും ശിരോമധ്യത്തിലുള്ള സഹസ്രാര പദ്മത്തിൽ നിന്നും ഒരമൃതധാര താഴോട്ട് പ്രവഹിച്ച് ദേഹനാഡികളിൽ സർവത്ര പരക്കുന്നതായി തോന്നും. ഇതുതന്നെയാണ് ശിവൻ്റെ ശിരസിൽ നിന്നും പതിക്കുന്ന സ്വർഗംഗ.
ശീതളമായ ഈ അമൃതധാരയുടെ പ്രവാഹം അതിരറ്റ ആനന്ദത്തെ ഉളവാക്കി തെളിയുന്ന വസ്തുബോധത്തിന് കാരണമായി ഭവിക്കുന്നു. അതുകൊണ്ടാണ് ആചാര്യൻ ഈ സഹസ്രാരധാരയെ ഭഗവത് കാരുണ്യവർഷമായി ചിത്രീകരിച്ചിരിക്കുന്നത്. സത്വഗുണപ്രകാശം നിറഞ്ഞ് ഭസ്മപൂരിതമായ പോലെ വിളങ്ങുന്ന അന്തർഭാഗത്ത് ഈ അമൃതധാര പതിച്ച് നിറയുന്നതോടെ ജഗദീശ്വരങ്ങൾ നേരത്തെ അങ്കുരിച്ചിരുന്ന ഭക്തി തഴച്ച് അകവും പുറവും ജ്ഞാനസ്വരൂപനായ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന അനുഭവത്തിലേക്ക് നയിക്കും. എവിടെയും ഭഗവാനെ മാത്രം ദർശിക്കുന്ന അവസ്ഥയാണ് പരാഭക്തി. അങ്ങനെ ദമ്പമയമായ കൊടുങ്കാട് ദഹിച്ചുണ്ടായ ഭസ്മവും സഹസ്രാരധാരയുടെ വർഷവും ഒരുമിച്ച് ചേർന്ന് മുന്നം മുളച്ച ഭഗവത് ഭക്തിക്ക് വളമായി ഭവിക്കുന്നു. അനുഭവ സമ്പന്നനായ ആചാര്യൻ ഒരു യോഗിയുടെ രഹസ്യപൂർണങ്ങളായ ഈ അനുഭവങ്ങളെയാണ് പ്രസ്തുത ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. സഹസ്രാരത്തിൽ നിന്നുള്ള അമൃതധാരയെക്കുറിച്ച് വാസിഷ്ഠം ഉദ്ദാലക ചരിത്രത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്നത് നോക്കുക. സാ പപാതാംബരാധാര ശേഷേ ശാരീരഭസ്മനി രസായനി ഹരശിരഃ പതിദേവ പുരാപക. മുകളിൽ നിന്നും ഒരു ധാര താഴെയുള്ള ശരീരഭസ്മത്തിൽ പതിച്ചു. അമൃതമയിയായിരുന്നു ആ ധാര. ശിവന്റെ ശിരസിൽ നിന്നും പതിച്ച സ്വർഗംഗാ പ്രവാഹം പോലെ. യോഗിമാരുടെ ഇത്തരം രഹസ്യാനുഭവങ്ങളെല്ലാം ഒരു സാധാരണക്കാരന് ലഭിക്കുക പ്രയാസമല്ലേ? സാധാരണ മനുഷ്യർ സദാ പലതരം പ്രാരബ്ധ പ്രശ്നങ്ങളിലും പെട്ടുഴലുന്നവനല്ലേ? ഈ സംശയങ്ങൾ ശരിയല്ല. ലോകവ്യാപാരങ്ങളിൽ പെട്ടിരിക്കുമ്പോൾ തന്നെ സദാ ഭഗവൻ നാമം സ്മരിച്ചും കീർത്തിച്ചും ചിത്തത്തിന് ഏകാഗ്രത നേടാൻ കഴിഞ്ഞാൽ ആർക്കും ഈ യോഗ അനുഭവങ്ങൾ കാലക്രമത്തിൽ വന്നു ചേരാവുന്നതേയുള്ളൂ. കലികാലത്തിൽ വിശേഷിച്ച് ഇക്കാര്യമാണ് ആചാര്യൻ അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. സകല സന്താപനാശന ജഗന്നാഥ